അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി. കാരണം വേറെ കാറുകളോ അല്ലെങ്കിൽ യാത്രക്കാരോ ഒന്നും ഇല്ലാത്ത ഒരു റോഡാണത്. കാരണം അവിടെ മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള വണ്ടികളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ആ ഒരു സ്ഥലങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ വീണ്ടും ഫേർദർ ഉള്ളിലേക്ക് ആ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ഓരോ സ്ഥലങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ലൊരു സ്ഥലം, ക്യാമ്പിംഗ് സ്ഥലം കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവിടെ ഭയങ്കര ഒരു വ്യൂ ഉള്ള സ്ഥലം കണ്ടു. മുമ്പിൽ വലിയ മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങള് ഓക്കെ, ഇന്ന് നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാം. ഇവിടെ ആകുമ്പം വേറെ കരടിയൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ കുറെ നേരം അവിടെയൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് കരടിന്റെ പ്രസൻസ് ഒന്നും ഇല്ല എന്ന് കൺഫേം ആക്കി. ഞങ്ങള് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ അന്ന് രാത്രി അവിടെ കിടക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് ഒരു കേവായിട്ടുള്ളൊരു സ്ഥലം. അത് വണ്ടി ഞങ്ങളിങ്ങനെ പാർക്ക് ചെയ്തപ്പം നമ്മളെ വണ്ടി നേരെ പാർക്ക് ചെയ്തപ്പം നേരെ ആ വണ്ടി അങ്ങ് ഉരുണ്ടുപോയാൽ നേരെ കൊക്കയിലേക്ക് അവിയ. അപ്പൊ ആ ഒരു പേടി കാരണം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, നേരെ പാർക്ക് ചെയ്യണ്ട, എങ്ങാനും വണ്ടി ഉരുണ്ടുപോയാൽ കൊക്കയെ വീയണ്ടായിരിച്ചിട്ട് ഞങ്ങൾ ചെരിച്ചിട്ട് കാറ് പാർക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് നല്ല ഒരു രാത്രിയപ്പോൾ മൂവിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു രാത്രി ആയിട്ടുണ്ട്, 10-11 മണിയായിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ദൂരത്തുനിന്നൊരു വണ്ടി ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇങ്ങനെ ലൈറ്റ് അടിച്ച് അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ആ വണ്ടി സ്ലോ ആക്കുന്നത് കാണുന്നില്ല. വണ്ടി നല്ല സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പാനിക്കായി എന്താ ചെയ്യേണ്ടത്, ഞാൻ പെട്ടെന്ന് ഡോറിലടിക്കാൻ തുടങ്ങി. കാരണം അവര് നമ്മളെ ഇല്ലാത്ത പോലെയുള്ള ഒരു സ്പീഡിൽ വണ്ടി വരാൻ തുടങ്ങുന്നത്. ആ സമയത്ത് സായിക്കിന്റെ അടുത്ത് എന്താ ചെയ്യുക, കാരണം ഇവിടെ അടിച്ചിട്ട് അറിയുന്നില്ല. സായിക്ക് ആ സമയത്ത് വേഗം കാറിന് മുമ്പിലിട്ട് വണ്ടി ഹോൺ അടിക്കാൻ തുടങ്ങി. ഇതാണ് നമ്മളെ ലക്ഷ്യമാക്കി വരുന്ന പോലെ. ആ ഒരു സമയത്ത് സായിക്ക് വണ്ടി അവിടെ ഓൺ ആക്കിയപ്പോഴാണ് ഹോൺ അടിച്ച് വണ്ടി ഓണാക്കി. ആ സമയത്ത് നമ്മളെ ക്ലോസ് വഴി, ഞാൻ നേരിട്ട് ഇങ്ങനെ സൈഡിൽ നോക്കി നിൽക്കുമ്പോൾ നമ്മളെ ക്ലോസ് വഴിയിട്ട് വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് വെട്ടിക്കുക ചെയ്തത്. ആ സമയത്ത് നമുക്ക് മനസ്സിലായത് അവർ നമ്മളെ വണ്ടി കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ ഇങ്ങനെ താഴോട്ട് പോകും വണ്ടി എന്ന് വിചാരിച്ചിട്ട് ചെരിച്ചിട്ടപ്പം വേറെ റിഫ്ലക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെ വണ്ടി കാണാതെ അവർ വന്നുകൊണ്ടിരിക്കുക അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളും ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് പാനിക്കായിപ്പോയി. ശരിക്കും ഒരു കുറച്ചുകൂടി മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ നേരെ പിന്നെ വണ്ടി നേരെ വീഴുന്ന കൊക്കയിലേക്കാണല്ലോ. അപ്പൊ ആ ഒരു പേടി. പിന്നൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്, ഈ രീതിയിൽ വണ്ടി നിർത്തിയിടരുത് എന്നുള്ളത് മനസ്സിലായി. ഞങ്ങൾ വേഗം അവിടുന്ന് കാറ് മാറ്റിയിട്ട് കുറച്ച് സൈഡിലേക്ക് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അന്ന് അവിടെ കിടന്നുറങ്ങുക ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ബ്രിട്ടീഷ് കൊളംബിയ ഏരിയ 5-6 മാസം അവിടെ നിന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്ത് ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ ഏകദേശം ആ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഇപ്പം ഞങ്ങൾ ബ്രിട്ടീഷ് കൊളംബിയ വെസ്റ്റിലാണുള്ളത്. ഈസ്റ്റിലേക്കൊരു യാത്ര നടത്തിയാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഈസ്റ്റ് എൻഡിലാണ് നമ്മൾ കാനഡയിലുള്ള ഒരു പ്രൊവിൻസ് ഉള്ളത്. അതൊരു ഐലൻഡായിട്ട് നിൽക്കുന്ന ഒരു പ്രൊവിൻസാണ്. അതിൻ്റെ പേര് ന്യൂ ഫൗണ്ട് ലാൻഡ് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ്. അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഓക്കെ, ഇനി അങ്ങോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? 6000 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വേണം ഈ ഒരു പ്രൊവിൻസിലേക്ക് എത്താൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഒരു സ്ലോ പേസിൽ നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ആ യാത്ര അവിടെ തുടങ്ങണം. അങ്ങനെ ആ യാത്രയിൽ നോവാ സ്കോഷ്യ എന്നുള്ള ഒരു പ്രൊവിൻസിലെത്തി. അവിടുന്ന് ഞങ്ങൾ ഫെറി എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഐലൻഡിലേക്ക് പോകാൻ. അങ്ങനെ 7 മണിക്കൂറോളം നീണ്ടൊരു യാത്രയാണ് ഈ ഫെറിയിൽ നമ്മൾ ഈ ഒരു ഐലൻഡിലേക്ക് എത്താനുള്ളത്. അങ്ങനെ ഞങ്ങളെ കാർ അതിലേക്ക് കയറി അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെയാണ് ഈ ഫെറി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 7 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു ഐലൻഡിലെത്തി. ഇനി ഞങ്ങൾ ജീവിക്കാൻ പോകുന്ന ഒരു ഐലൻഡിലാണ്. ആ ഒരു ഐലൻഡിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ ജീവിച്ചു വളർന്ന ഒരാളുടെ അടുത്തായിരുന്നു. ആ ആളെന്ന് പറഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. കുറേ ആക്ടിവിറ്റീസും ഹണ്ടിങ് കാര്യങ്ങൾ, ബോട്ട്, ഫിഷിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന അയാളുടെ ലൈഫിലേക്കാണ് ഞങ്ങൾ എത്തുന്നത്. ഞങ്ങൾ അയാളായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അയാളുടെ കൂടെയുള്ള ഓരോ യാത്രയിലും ഞങ്ങളെയും പങ്കെടുപ്പിക്കാൻ തുടങ്ങി. അവിടെ എത്തിയതിന് ശേഷം അവിടുത്തെ
ആളുമായിട്ടുള്ള ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ലൈഫിലേക്ക് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഒരു റിയൽ കനേഡിയൻ്റെ ഒരു ലൈഫ്. മറ്റു പല സ്ഥലങ്ങളിലും ഞങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ഒരു അവിടുത്തെ ഉള്ള ഒരു ലോക്കൽ ആളെ കൂടെ ജീവിക്കുന്നത് ആ ഒരു സമയത്ത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം പുതിയത്, ഓരോ എക്സ്പീരിയൻസും ഞങ്ങൾക്ക് പുതിയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ആളുടെ വീട് ഒരു മൗണ്ടൻ്റെ ടോപ്പിലായിട്ട് അയാൾക്കൊരു വീടുണ്ട്, അവിടെ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. ആൾ താഴെ ഒരു വീടുണ്ട്, അയാൾ അവിടെയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഏർലി മോർണിംഗിന് ഹണ്ടിങ്ങിന് പോകും. മൂസാണ് അവിടെ മെയിനായിട്ട് കാണുന്നത്. ഹണ്ട് ചെയ്യാൻ പെർമിഷനൊക്കെ വേണം. അപ്പോൾ ഈ മൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാനിനേക്കാളും കുറച്ചുകൂടി വലിയൊരു ടൈപ്പ് ഓഫ് ഒരു മൃഗമാണ്, ഒരു ആനിമലാണ്. മാനിനേക്കാളും കുറച്ചുകൂടി സൈസ് ഉണ്ടാകും. അപ്പോൾ അത് കുറച്ചുകൂടി തണുപ്പുള്ള ഏരിയകളിൽ കാണപ്പെടുന്ന ഒരു ആനിമലാണ്. അപ്പോൾ ഇതിനെ ഹണ്ട് ചെയ്തിട്ട് ഇവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവർ ഈ സമ്മർ ആവുന്ന സമയങ്ങളിൽ ഇതിനെ ഹണ്ട് ചെയ്യും. എന്നിട്ട് ഇതിനെ ഹണ്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇറച്ചികൾ ഫ്രോസൺ ആക്കിയിട്ട് അവർ കീപ്പ് ചെയ്യും. കാരണം തണുപ്പ് കാലം, വിൻ്റർ സമയം എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര വിൻ്ററാണ്, ഭയങ്കര കാറ്റും സ്റ്റോമും ഒക്കെ ആയിട്ട് ഭയങ്കര ഡീപ്പിലേക്ക് പോകും. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡുകൾ ഇതേപോലെ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടാണ് ആ ഒരു വിൻ്റർ പണ്ട് കാലത്തെ സർവൈവ് ചെയ്തതിന്. അപ്പോൾ പുള്ളിക്കാരനൊക്കെ അത് ഇപ്പോഴും കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ആളുടെ കൂടെ ഞങ്ങളും ഹണ്ടിങ്ങിന് പോകാൻ തുടങ്ങി. ആളുടെ അടുത്ത് വലിയൊരു തോക്കൊക്കെ ഉണ്ട്, വലിയ ആക്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കയ്യിലൊക്കെ തന്ന് അവിടെ പെർമിഷൻ കിട്ടും, ഒരാൾക്ക് ഒരു മൂസിനെ വെച്ചിട്ട് ഹണ്ട് ചെയ്യാന്നുള്ള രീതിയിൽ. അങ്ങനെ ഇതിൻ്റെ കാൽപാദം നോക്കും. കാരണം ചില സമയത്ത് നമുക്ക് ദൂരെയൊക്കെ കാണാൻ പറ്റും, പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസ് ഇവർക്ക് കുറേ കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ. അതേപോലെ അതിൻ്റെ പ്രായം, ഇങ്ങനെ വെടിവെക്കാൻ കുറേ പെർമിഷൻസ് വേണം. കാരണം ഇവർ വെടിവെച്ചിട്ടാലും ഇതിൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ആ മീറ്റ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഇവർ വെടിവെക്കുള്ളൂ. അപ്പോൾ വലിയ തോക്കൊക്കെ പിടിച്ച്, നല്ല വെയിറ്റുള്ള തോക്കൊക്കെ പിടിച്ച് ഞങ്ങൾ കാട്ടിലൂടെ ഇങ്ങനെ നടക്കും. ഈ നടക്കുമ്പോൾ എനിക്ക് പേടി, അത് വെടിവെക്കോ എന്നുള്ളതായിരിക്കും എൻ്റെ പേടി ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങൾ കുറേ കാലം 3 മാസത്തോളം ഹണ്ടിങ്ങിൽ നടന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം രാവിലെ ഏർലി മോർണിംഗ് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് അവസാനം 3 മാസത്തിന് ശേഷം പുള്ളിക്ക് ഒരു മൂസിനെ കിട്ടി, ഇനി വിൻ്ററിലേക്ക് ഞാൻ റെഡി ആയി എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ പുള്ളി വിളിച്ച് പറയുന്നത് 3 മാസം ഹണ്ടിങ്ങിന് ഇറങ്ങിയതിന് ശേഷമാണ്. അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ബോട്ടിൽ പോയിട്ട് അറ്റ്ലാന്റിക് ഓഷ്യനാണ് നമ്മളെ നേരെ മുന്നിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് ഫിഷിങ് ചെയ്യാൻ പോകുക എന്നുള്ളത്. അപ്പോൾ പുള്ളിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ബോട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, രാവിലെ എണീറ്റിട്ട് ഇയാളുടെ കൂടെ ഫിഷിങ്ങിന് പോകാൻ തുടങ്ങി. ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ബോട്ടിൽ തന്നെ കരുതി വെച്ചിട്ട് അവിടുന്ന് ആ ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബെഡ്റൂമൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ടയർഡാണെങ്കിൽ ഉള്ളിൽ കയറി കിടക്കാം. വളരെ ഒരു അവർ ജീവിതശൈലി തന്നെ ആ രീതിയിലാണ്. രാവിലെ എണീറ്റല് ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുക, കുറച്ച് ലേഡ് ബാക്ക് ആയിട്ട് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ജീവിക്കുക, കുറച്ച് ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഫിഷിങ് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ നാട്ടിൻപുറത്ത് എത്തിയ രീതിയിലാണ്. അപ്പുറത്ത് വേറൊരു ഫിഷിങ്ങിൻ്റെ ആളുണ്ടാവും, അവരായിട്ട് സംസാരിക്കും. ചില സമയത്ത് അവർ നമുക്ക് അവരുടെ ഫിഷ് തരും, നമ്മളെ ഫിഷ് എത്രയായി എന്നുള്ള അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന രീതിയിലുള്ള സംസാരങ്ങളും അവരുടെ ഫുഡിൻ്റെ ചില ഫിഷൊന്നും അവർ നമ്മൾ നോക്കുമ്പോൾ വലിയ ഫിഷ് ആയിരിക്കും, പക്ഷെ അവരത് എടുക്കൂല. കാരണം അതിന് മുള്ളുണ്ടെന്നുണ്ട്. ഒരു മുള്ളില്ലാത്ത ഫിഷ് മാത്രം ചൂസ് ചെയ്ത് അത് മാത്രമേ അവർ കഴിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ പിടിച്ചു വരുന്ന മീനൊക്കെ പുള്ളി തരുമ്പോൾ ഞങ്ങൾ നമ്മുടെ നാടൻ രീതിയിൽ ഫിഷ് കറിയും ഫിഷ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത്രയും സ്പൈസസ് അവർ ജസ്റ്റ് സാൾട്ടും പെപ്പറും മാത്രം ഇട്ട് കഴിച്ച ശീലമുള്ള ആൾക്ക് ഞങ്ങൾ ചോറും മീൻ കറിയും വരെയൊക്കെ കൊടുത്തപ്പം ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ നമ്മളെ ഫുഡുകൾ ട്രൈ ചെയ്യാൻ തുടങ്ങി. ആളുടെ ഫുഡ് ഉണ്ടാക്കുമ്പം നമുക്ക് കുറച്ച് തരും, നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ ആൾക്ക് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ആളുമായിട്ട് വളരെ നല്ലൊരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന വീട് തന്നെ ആൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തതാണ്. അത് നമ്മൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. കാരണം ആ സമയത്ത് സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കി ആളുടെ ബ്രദറിന് വേണ്ടി ഇപ്പോൾ വേറൊരു വീട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും പറഞ്ഞു ഞങ്ങളും കൂടാ അതിൽ. അങ്ങനെ ആളുടെ ബ്രദറിൻ്റെ പിന്നെ മില്ലിലൊക്കെ പോയി കുറേ മരങ്ങളൊക്കെ കൂടി പുള്ളീൻ്റെ കൂടെ വീടുണ്ടാക്കാൻ കൂടി, അതുപോലെ എല്ലാ കാര്യത്തിലും പുള്ളിയായിട്ട് കൂടി ചേർന്ന് ഞങ്ങൾ അവിടുത്തെ ഒരു ട്രഡീഷണൽ രീതിയിൽ
ആ ഒരു ഐലൻഡിൽ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അപ്പോൾ മൗണ്ടൈൻ്റെ ടോപ്പിലേക്കൊക്കെ ഞങ്ങൾ വുഡ് കളക്ട് ചെയ്യണം. കാരണം ഞങ്ങൾ വീട് ചൂടാക്കുക ഈ വുഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ മൗണ്ടൈൻ്റെ ടോപ്പിൽ പോയിട്ട് വുഡ് കട്ട് ചെയ്ത് പുള്ളിൻ്റെ കൂടെ പോകുക. വുഡ് കട്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ATV വെച്ചിട്ട് ATVൻ്റെ ബാക്കിലൊരു സ്ക്വയർ പോലെ ഒരു സാധനം വെച്ച് അതിൽ വുഡ് കളക്ട് ചെയ്ത് ഞങ്ങൾ അത് കൊണ്ടുവരും. എന്നിട്ട് ആ വുഡ് വെച്ചിട്ടാണ് നമ്മൾ ആ വീട് ഹീറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ അത് വെച്ചിട്ട് ഞങ്ങൾ ഇടയ്ക്ക് പുള്ളി വരും, നിങ്ങൾ മലക്കൊന്ന് കയറിയിട്ട് വാന്ന് പറഞ്ഞിട്ട് ആ ഒരു ATV ഞങ്ങൾ തിന്ന് ആ മൗണ്ടൈൻ്റെ ടോപ്പിലേക്കൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റാറുണ്ടെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്നോ വന്നപ്പോൾ നമ്മൾ ഇനി എന്താ നമ്മൾ ചെയ്യുക? കാരണം സ്നോ വരുന്നവർ കൂടി നമുക്ക് ബോട്ട് നമ്മൾ ഉള്ളിലേക്ക് വെക്കണം. കാരണം വെള്ളം തണുത്തുറക്കാൻ തുടങ്ങും. അപ്പോൾ അവർ തന്നെ സ്നോ വരുന്ന സമയത്ത് നമ്മൾ സ്നോ മൊബൈൽ ഇട്ടിറങ്ങുക. പുള്ളിൻ്റെ സ്നോ മൊബൈൽസ് പുറത്തേക്ക് എടുത്തിട്ട് പറഞ്ഞു ഇനി നമ്മൾ മൗണ്ടൻസ് സ്നോ മൊബൈൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, സ്നോ മൊബൈൽ എന്ന് പറഞ്ഞാൽ സ്നോൻ്റെ മുകളിൽ കൂടെ നമുക്ക് മൗണ്ടൈൻ്റെ ടോപ്പിലേക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സാധനം. അപ്പോൾ അതിൽ ഇരുന്ന് ഞങ്ങൾ ആ സ്നോ മൊബൈൽ വെച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്തു. ആ സമയത്താണ് ഞങ്ങൾ ശരിക്കും ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്, മഞ്ഞ് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പലപ്പോഴായിട്ട് ഞങ്ങൾ സ്നോ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ മറ്റ് പല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴും നമ്മുടെ ആൾക്കാരായിട്ടൊക്കെ താമസിക്കുമ്പോഴൊക്കെ തണുപ്പുണ്ടെങ്കിൽ പുറത്തിറങ്ങാനും മടിച്ചിരിക്കുന്നത്, നമ്മൾ ഉള്ളിലേക്ക് തണുപ്പടിച്ചാലും നമുക്ക് എനർജി കിട്ടാതെ പോകുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ പുള്ളിയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്, പ്രോപ്പർ ഡ്രസ്സിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പുള്ളി കുറേ ലെയർ ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് അന്ന് ഒരു ദിവസം മൊത്തം മൈനസ് ഒരു 10-15 ഡിഗ്രിയിൽ ഞങ്ങൾ പുറത്ത് മൗണ്ടൈൻ്റെ ടോപ്പിലേക്ക് കൂടുന്തോറും സ്നോ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ 10 മണിക്കൂർ ഞങ്ങൾ അന്ന് പുറത്ത് നിന്നിട്ടും ഞങ്ങൾക്ക് തണുപ്പ് ഫീൽ ചെയ്തില്ല. അപ്പോൾ ആ തണുപ്പ് ഫീൽ ചെയ്യാത്തതിൻ്റെ കാരണം പ്രോപ്പർ ഡ്രസ്സിങ് ആയിരുന്നു. അതിലാണ് ഞങ്ങൾ സ്നോ കുറച്ചുകൂടി എൻജോയ് ചെയ്ത് കുറേ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളെ സ്നോ എൻജോയ് ചെയ്യാൻ പഠിപ്പിച്ചതും ടെഡ് എന്നായിരുന്നു ആളെ പേര്. ടെഡായിരുന്നു. ടെഡിൻ്റെ ജീവിതശൈലികൾ ഞങ്ങൾക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലുള്ള ഒരു ലൈഫ് ഞങ്ങളുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അവർക്ക് നല്ല ഏജൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും പുള്ളി ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്യുന്നൊക്കെ കണ്ട് ഞങ്ങളും അതിൻ്റെ ഒരു പാർട്ടായി അവിടെ 6 മാസം ഞങ്ങൾ ആ ഐലൻഡിൽ താമസിച്ചു. അങ്ങനെ ഞങ്ങൾ 6 മാസം ആ ഐലൻഡിൽ ജീവിച്ചതിന് ശേഷം മൊത്തത്തിൽ 1.5 കൊല്ലത്തോളം ഞങ്ങൾ യാത്ര ചെയ്ത് ആ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കാൻ ടൊറൻറ്റോയിലേക്ക് പോവാണ്. തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര വിഷമമുണ്ട്. പുള്ളിയാണെങ്കിലും ഞങ്ങൾ ഭയങ്കരമായിട്ട് കണക്ട്, എന്ത് കാര്യത്തിലും ഞങ്ങളുമായിട്ട് പുള്ളി സംസാരിക്കുകയും ഫുഡുകൾ ആ ഒരു സമയത്ത് ക്രിസ്മസ് വന്നപ്പോഴും ആളുടെ ക്രിസ്മസ് ഡിഷുകൾ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ഭയങ്കര ഫുഡായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, നമ്മളെ ഡിഷുകൾ കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് അടുത്തിരുന്ന സമയത്ത് ഞങ്ങൾ ഡിസൈഡ് നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് വെച്ചാൽ ടൊറൻറ്റോയിലേക്ക് തിരിച്ചു പോകാമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ 1.5 വർഷത്തെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് ടൊറൻറ്റോയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫെറിയിൽ കയറിയിട്ട് വേണം പോകാൻ. 7 മണിക്കൂറോളം ഫെറി ഉണ്ട്. ആ ഫെറിയിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങളടുത്ത് അതിലുള്ള ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ കറക്റ്റ് ടൈമിനാണ് വന്നത്, 3 ദിവസത്തേക്ക് ഇനി ഫെറി ഇല്ല, കാരണം വലിയൊരു സ്റ്റോം ഉണ്ട്, അപ്പോൾ നിങ്ങൾ നല്ല സമയത്താണ് രക്ഷപ്പെടുന്നത്, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഭാഗ്യം, നമ്മൾ സ്റ്റോമിന്ന് ഈ ന്യൂ ഫൗണ്ട്ലാൻഡിലേക്ക് വരാൻ പോകുന്ന സ്റ്റോമിന്ന് പെട്ടെന്ന് രക്ഷപ്പെടുകയാണല്ലോ എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇത് ലാസ്റ്റ് ഫെറിയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ഫെറിയിൽ കാറായിട്ട് കയറി 7 മണിക്ക് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ നോവാസ്കോഷ്യയിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ആ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. നോവാസ്കോഷ്യന്ന് ടൊറൻറ്റോയിലേക്കുള്ള യാത്ര തുടങ്ങി. പെട്ടെന്നാണ് ഫുൾ കാലാവസ്ഥ, ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ ഒരു പ്രശ്നമില്ല, അത് പെട്ടെന്ന് ഫുൾ കാലാവസ്ഥ മാറി സ്റ്റോം നമ്മളെ മുന്നിലേക്ക് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സ്റ്റോം. നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം, ഹൈവേയിലാണ് ഞങ്ങളുള്ളത്, പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യാനോ ഒന്നുമില്ല, ഒറ്റ സ്ട്രെയിറ്റ് റോഡാണ്.
പെട്ടെന്നാണ് ഈ സ്നോ നമ്മളെ മുമ്പിൽ കൂടി വരുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു എക്സിറ്റ് കണ്ടാൽ പുറത്തേക്ക് എടുത്ത് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും, വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഹൈവേയിലായതുകൊണ്ട് ആ എക്സിറ്റ് ഞങ്ങൾക്ക് ഇനി വരാനുള്ളത് എത്രയോ ദൂരെയാണ്. അതിനനുസരിച്ചിട്ട് ഓരോ സെക്കൻഡിലും സ്നോ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് പാനിക്കായി. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെ ഫ്രണ്ടിൽ ഓരോ വണ്ടികൾ ഈ ഹൈവേന്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് വീണ് കിടക്കുന്നത് കാണുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. കാരണം വണ്ടി നിർത്താൻ പറ്റുന്നില്ല, എക്സിറ്റ് എടുക്കാനോ പുറത്തേക്ക് പാർക്ക് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ബാക്കിലാണെങ്കിൽ വലിയ ട്രക്കുകൾ നമ്മൾ അതേ സ്പീഡിൽ വന്നുകൊണ്ട്, ഇപ്പോൾ ഹൈവേയിലാവുമ്പോൾ 80-100 ആ ഒരു സ്പീഡിലായിരിക്കും അധിക വണ്ടികളും വരിക. ആ ഒരു സ്പീഡിൽ ട്രക്കുകൾ വരുന്നുണ്ട്. സ്റ്റോം കാരണം വിസിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോഡ് കാണാതാവാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഞങ്ങൾ സൈഡിലേക്ക് നോക്കുമ്പോൾ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ മുമ്പിൽ സ്റ്റോം വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡിലേക്ക് നോക്കുമ്പോൾ ചില വണ്ടികൾ താഴെ വീണ് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിൽ വണ്ടി വന്ന് ഇടിക്കുമോ എന്നറിയില്ല, ഫ്രണ്ടിൽ ഇനി എന്താ വരാൻ പോകണമെന്നറിയില്ല. അങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച യാത്രയിൽ വണ്ടി സ്കിഡാവാൻ തുടങ്ങി. അങ്ങോട്ട് വണ്ടി നമ്മളെ കൺട്രോളിലല്ലാതാവാൻ തുടങ്ങി. പക്ഷെ നിർത്താൻ ഒരു മാർഗവുമില്ല, കാരണം ബാക്കിൽ നിന്ന് വലിയ വണ്ടികൾ അപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി സ്കിഡായിട്ട് ആ മഞ്ഞത്ത് പോയി കുത്തി നിന്നു. താഴോട്ട് വീണില്ല, എന്തോ ഭാഗ്യം കൊണ്ട്. ആ മഞ്ഞ് അത്രയും പെട്ടെന്ന് അത്രയും അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് ആ മഞ്ഞിൽ തട്ടിയിട്ട് ഞങ്ങളെ വണ്ടി അങ്ങ് നിന്നു. ബാക്കിൽ നിന്ന് 2 ട്രാക്ക് ഉണ്ട്. അതിൽ ഒരു ട്രാക്കിൽ ചില വണ്ടികൾ ഈ സ്റ്റോമിന് മുമ്പ് വേറൊരു എക്സിറ്റ് എടുക്കാൻ വേണ്ടി അത്രയും സ്പീഡിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് പേടി ഈ വണ്ടി ബാക്കിൽ വന്ന് വേറെ വണ്ടികൾ ഇടിക്കുമെന്നു. ഞങ്ങൾ മുമ്പിലോട്ട് നോക്കുമ്പോൾ ഒരു വിസിബിലിറ്റി ഇല്ല, ആർക്കൊന്നും കാണാൻ പറ്റില്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഞങ്ങൾ സ്റ്റോമിലേക്ക് പെട്ടെന്ന് ഇറങ്ങി, പ്രോപ്പർ ഡ്രസ്സിങ് പോലും അല്ല, ഞങ്ങൾ പെട്ടെന്ന് ചാടിറങ്ങി സ്നോ മാറ്റാൻ തുടങ്ങി. കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പറ്റണില്ല. എത്ര ട്രൈ ചെയ്തിട്ടും ഞങ്ങൾക്ക് വണ്ടി മൂവ് ആവണില്ല, അത്രയും സ്നോ കൂടിക്കൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് ഞങ്ങൾ കയ്യിലുള്ള ഇത് വെച്ച് ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ ഇനി പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും കാറ്റും സ്റ്റോമും കൺപീലിയൊക്കെ ഇങ്ങനെ ഫ്രോസൺ ആവാൻ തുടങ്ങി. ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെയിറ്റ് ചെയ്തു. ഇനി എന്താ, ഇനി ഉള്ളിൽ കയറി ഇരിക്കാന്നുള്ളതേ ഉള്ളൂ, കാരണം ആ സ്റ്റോമിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് അത് മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് നമുക്ക് ഒരാളിങ്ങനെ ദൂരത്തുനിന്ന് നടന്നു വരുന്നത് കാണുന്നത്. ഞങ്ങൾ ഭയങ്കര, ആളുടെ കയ്യിൽ എന്തോ കാര്യമുണ്ട്. ഞങ്ങളിങ്ങനെ വെച്ച് ഈ ഒരു ഹൈവേയിലൂടെ ആരാണ് ഈ ഒരു സമയത്ത് നടന്നു വരുന്നത് എന്നുള്ള ആ ഒരു പേടിയിൽ ഞങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത്, ഞങ്ങളിങ്ങനെ പുള്ളിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നോക്കുമ്പോണ്ട് കയ്യിൽ വലിയൊരു ഷവല്. പുള്ളി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. പുള്ളിൻ്റെ കാർ അത്രയും സ്റ്റോമിൽ രക്ഷപ്പെട്ടു പോവാതെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഷവലും കൊണ്ട് വരികയാണ്. ആ ഷവലെടുത്തിട്ട് പറഞ്ഞു, ഡോണ്ട് വെറി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞങ്ങൾ കുറേ ശ്രമിച്ച് ഞങ്ങളും പുറത്തിറങ്ങി. ആ വലിയൊരു ഷവലായിരുന്നു, അത് വെച്ച് സ്നോ നീക്കിയിട്ട് എങ്ങനെയെങ്കിലും അപ്പുറത്തെ ട്രാക്കിൽ കയറി കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്ങനെയും നടക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വേറെ ഇപ്പോൾ ചില വണ്ടികൾ കുറച്ചുകൂടി കേപ്പബിൾ ആയിരിക്കും, ഹൈറ്റ് കൂടുതലുള്ള, അവർക്ക് കുറച്ചുകൂടി സ്നോയിൽ പോകാൻ പറ്റും. അതിനൊരു പ്രായമുള്ള ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും വന്നു. അവരും വന്നിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരും അവരുടെ മാക്സിമം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കി. പക്ഷേ പറ്റുന്നില്ല, വണ്ടി മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വേറൊരു വണ്ടി വന്നിട്ട് ഒരു ഹുക്ക് ഇട്ടിട്ട് നമ്മളെ വലിച്ചു. ആ സമയത്ത് കുറേ ശ്രമിച്ചതിന് ശേഷം വണ്ടി കുറച്ചൊന്ന് മൂവ് ചെയ്ത് എങ്ങനെയെങ്കിലും അടുത്ത എക്സിറ്റിലേക്ക് പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ അവരും വണ്ടി എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ വണ്ടി ഒരു ഫ്ലോറിൽ ഇങ്ങനെ നിരങ്ങി പോകുന്ന സമയത്ത് മുന്നിലെത്തി നോക്കിയപ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ആളെ വണ്ടി അവിടെ സ്റ്റക്കായിരിക്കുന്നത്. അപ്പം ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് പുള്ളീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി. നോക്കുമ്പോൾ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് ഓരോ വണ്ടികൾ താഴെ കൊക്കിലേക്ക് വീണെടുക്കുന്നു, ഇത് വീണെടുക്കുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത പോലെ തന്നെ ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ അവരുടെ കൂടെ കൂടി. ചില വണ്ടികളൊക്കെ നീക്കി, ചില വണ്ടികളൊക്കെ പിന്നെ ഞങ്ങളെ വണ്ടി എടുക്കാൻ നോക്കുമ്പോഴത്തേ അപ്പോഴേക്കും അവിടെ സ്നോ വന്നിട്ട് വീണ്ടും വണ്ടി മൂവ് ആയതായത്. ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ ഇനി ഒന്നും നോക്കാല്ല, കാറിലിരിക്കുക, ഇനി മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഒന്നാമത് വണ്ടി സ്കിഡായിട്ട് ഇറങ്ങിയാണ് പോകുന്നത്. അതുകൊണ്ട് കാറിൽ തന്നെ ഇരുന്നിട്ട് സമയം നോക്കാം. അങ്ങനെ 5-6 മണിക്കൂർ ഞങ്ങൾ ആ കാറിൻ്റെ ഉള്ളിൽ ആ ഹൈവേയിൽ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ
കുറച്ച് കഴിഞ്ഞപ്പം ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റോം മെല്ലായിട്ട് കുറഞ്ഞു. സ്നോൻ്റെ പോലീസ് വണ്ടികൾ വന്നിട്ട് ഓരോ വണ്ടികളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് ഈ സ്നോ വാരുന്ന കുറേ വലിയ വണ്ടികളൊക്കെ ഉണ്ട്. ഓരോന്ന് വന്ന് ആ റോട്ടിലുള്ള സ്നോ മൂവ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റോമിൻ്റെ ഇടയിൽ നിന്നിട്ട് 6 മണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് ആ റോഡ് കിട്ടുകയാണ്. അങ്ങനെ പോലീസുകാർ വന്ന് ഓരോ വണ്ടികളായിട്ട് ടെയിൽ ഗേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരേ ട്രാക്കിലൂടെ തന്നെ പോകണം. കുറച്ച് ഇങ്ങോട്ട് മാറിയാൽ സ്നോയിൽ കയറി സ്റ്റക്കാവും. അങ്ങനെ ഞങ്ങൾ ആ ഒരു യാത്ര അവിടെ നിന്ന് വീണ്ടും തുടങ്ങുകയാണ്. നിരങ്ങി മെല്ലെ മെല്ലെ വളരെ സ്ലോ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്ത് വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും അത് ഫേസ് ചെയ്ത് വരുമ്പം അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകളായിരുന്നു ഞങ്ങളെ കാത്തിരുന്നത്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് നല്ലൊരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് സത്യമാണെന്നുള്ളത് ഈ യാത്രയിലൂടെയൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ചലഞ്ചസിലും ഞങ്ങൾ ഫേസ് ചെയ്ത് ഓരോന്ന് മറികടക്കുമ്പോഴും ഞങ്ങൾ അപ്പുറത്ത് കാത്തിരുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായ നല്ലൊരു ലൈഫും നല്ലൊരു കാഴ്ചകളുമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ ചലഞ്ചസ് വരുമ്പോഴും നമ്മൾ ഫേസ് ചെയ്യാൻ പഠിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവണ്ട എന്നുള്ളതും നമ്മൾ ആ ഒരു കാര്യം എങ്ങനെ തരണം ചെയ്യുക അല്ലെങ്കിൽ അതെങ്ങനെ ഫേസ് ചെയ്യുക എന്നുള്ളത് നോക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളോടായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ യാത്രയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും കുറേ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക, അത് ഫേസ് ചെയ്യുക. അപ്പോൾ അതിലുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതായിരിക്കും. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ യാത്രയിലുള്ള എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നന്ദി, നമസ്കാരം.